ഹായ്, നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അതെങ്ങനെയാണ് കാറ്റഗറി ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഒരു ബ്രീഫായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്കറിയാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ അഡ്വർടൈസിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ സർവീസസിനെ പറ്റിയോ ഒരു അവയർനെസ് ആളുകളിൽ ബിൽഡ് ചെയ്തെടുക്കുന്ന ആ ഒരു എൻ്റയർ പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ അത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ ഇതിനെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. ഇങ്ങനെ ധാരാളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ട്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സെഗ്മെൻ്റൊക്കെ ഉണ്ട് ആക്ച്വലി. അതായത് ഒരുപാട് അഡ്വാൻസ് ലെവലിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളർന്നു കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്കെന്താ പല ടൈപ്പിലുള്ള അഡ്വാൻസ് ലെവലിലേക്ക് മാർക്കറ്റിംഗ് ടൈപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് തന്നെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട്. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്കിൽ പോലും നമുക്ക് മെയിൻലി രണ്ടായിട്ടാണ് നമ്മൾ അതിനെ ഒരു കാറ്റഗറി ചെയ്യുന്നത്. അതായത് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പെയ്ഡ് മാർക്കറ്റിംഗ് എന്നും ഓർഗാനിക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അൺപെയ്ഡ് മാർക്കറ്റിംഗ് എന്നും പറഞ്ഞുകൊണ്ട് മെയിൻലി രണ്ട് കാറ്റഗറി ആയിട്ട് നമ്മൾക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പെയ്ഡ് മാർക്കറ്റിംഗ് അതുപോലെ തന്നെ ഓർഗാനിക് മാർക്കറ്റിംഗും ഉണ്ട്. സോ പേര് പോലെ തന്നെയാണിത്. നമുക്ക് ഒരു സൈഡിൽ നമുക്ക് അത് നമ്മൾ പെയ്ഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പണം ചിലവാക്കിക്കൊണ്ട് ചെയ്യുന്ന ആ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും, ഓർഗാനിക് വിലേക്ക് വരുമ്പോഴത്തേനും അവിടെ നമ്മൾ പേയ്മെൻ്റ് ഒന്നും തന്നെ ചിലവാക്കുന്നില്ല. എന്ത് ടൈപ്പ് ഓഫ് പേയ്മെൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മെറ്റയിലോ ഗൂഗിളിലോ ഒക്കെ ആഡ് റൺ ചെയ്യണം, സ്പോൺസർഡ് ആഡുകൾ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ആഡ് റൺ ചെയ്യുന്നത്. അത് ഇംപ്രഷൻ ആയിരിക്കും, അല്ലെങ്കിൽ PPC ആണെങ്കിൽ പെർ ക്ലിക്കിനായിരിക്കും എമൗണ്ട് പോകുന്നത്. അങ്ങനെ പല ടൈപ്പിലുള്ള എമൗണ്ടുകൾ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പെയ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പ്ലാറ്റ്ഫോം മാറിക്കൊണ്ടേയിരിക്കും. അതായത് കസ്റ്റമറിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് എവിടെയാണോ ആ ഓഡിയൻസിനനുസരിച്ച് ഇതിൻ്റെ കസ്റ്റമറിൻ്റെ ആ ഒരു ലൊക്കേഷൻ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് മെറ്റയിലാണ് ആഡ് റൺ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് മെറ്റയിലായിരിക്കും പേയ്മെൻറ്റ് പോകുന്നത്. ഗൂഗിൾ ആഡ്സിലാണെങ്കിൽ ഗൂഗിളിലായിരിക്കും പോകുന്നത്. അതുപോലെ തന്നെ വേറെ ടിക്ടോക്ക് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് അങ്ങനെയുള്ള ഏത് പ്ലാറ്റ്ഫോമാണോ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഉള്ളത്, ആ ഓഡിയൻസിൻ്റെ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ചായിരിക്കും പേയ്മെൻറ്റ് പോകുന്നത്. സോ അവിടെ ഓരോ ഇംപ്രഷൻ ആയിരിക്കും അവിടെ പേയ്മെൻറ്റ് പോകുന്നത്. അതായത് നമ്മൾ മെറ്റയിൽ ആഡ് റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ ആഡ് റൺ ചെയ്യുമ്പോഴത്തേന് നമുക്ക് ആ ഒരു ആഡിൻ്റെ എമൗണ്ട് പോകുന്നത് ഓരോ യൂസർ കാണുമ്പോൾ അല്ലെങ്കിൽ ഇംപ്രഷൻ വരുമ്പോഴത്തേനായിരിക്കും അവിടെ നമുക്ക് പേയ്മെൻറ്റ് പോകുന്നത്. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെയ്ഡ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പൈസ കൊടുത്തുകൊണ്ടുള്ള ആ ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ്ലി എന്താണ്, ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് പേയ്മെൻ്റ് ഒന്നും കൊടുക്കാതെയുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. അതിന് പല ടൈപ്പിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻലി യൂസ് ചെയ്യുന്നത് കോണ്ടൻറ് മാർക്കറ്റിംഗ് ആണ്. അതായത് കോണ്ടൻറ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വൈഡ് ഓഡിയൻസിലേക്ക് റീച്ചിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സ്. നമുക്കിപ്പം ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ടിക്ടോക്ക് ഒക്കെ ആണെങ്കിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിൽ നമുക്ക് റീൽസ് യൂസ് ചെയ്തുകൊണ്ട് എൻഗേജ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല റീച്ചിലേക്ക് വരുന്ന റീൽസുകൾ ബിൽഡ് ചെയ്തെടുത്തുകൊണ്ട് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക് അല്ലെങ്കിൽ കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തിക്കാവുന്നതാണ്. സോ അപ്പം നമ്മൾ ചെയ്യുന്ന ആ ഒരു റീൽസിന് അതുപോലെ ഒരു മെസ്സേജ് അതിനകത്ത് നിന്ന് പാസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഹുക്ക് ഉണ്ടായിരിക്കണം, അത് കണ്ടിരിക്കാനുള്ള ക്വാളിറ്റി വേണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കോണ്ടൻറ് മാർക്കറ്റിംഗ് ത്രൂ നമുക്ക് ചെയ്തെടുത്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാവുന്നതാണ്. സോ കോണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് റിസർച്ച് ചെയ്യണം. നമ്മുടെ ആ റിലേറ്റഡ് ടോപ്പിക്കിന് അനുസരിച്ചുള്ള കോണ്ടൻറ്റുകൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് നമുക്ക് പല ടൂൾസുകൾ, നമുക്ക് ഗൂഗിളിൽ ചെന്ന് കഴിഞ്ഞാൽ ഗൂഗിൾ ട്രെൻഡ്സ് പോലെയുള്ള ടൂൾസുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സംബ്രഷ് അങ്ങനെയുള്ള ടൂൾസുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ് ടോപ്പിക്കുകൾ നമുക്ക് കണ്ടുപിടിക്കാനും അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ChatGPT അല്ലെങ്കിൽ ഡീപ് സീക്ക് അല്ലെങ്കിൽ ഗ്രോക്ക് 3 ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് ആ ഒരു റിലേറ്റഡ് കോണ്ടൻറ്റിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ ജനറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഇങ്ങനെ കോണ്ടൻറ്റ് ബിൽഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് അത് വെച്ച് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസാണ് നമുക്ക് ഓർഗാനിക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കോണ്ടൻറ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കോണ്ടൻറ്റ് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതുപോലെ റീൽസ് ആയിട്ട് ചെയ്യാം, യൂട്യൂബിൽ വീഡിയോസ് ആയിട്ട് ചെയ്യാം, കറോസൽസ് ആയിട്ട് അല്ലെങ്കിൽ സിംഗിൾ പോസ്റ്റുകളായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ട്രോൾ രീതിയിൽ അല്ലെങ്കിൽ മീംസ് രീതിയിലൊക്കെ നമുക്ക് പല ടൈപ്പിൽ ഓഫ് കോണ്ടൻസുകളാണ് നമുക്കുള്ളത്.
ഈ കോണ്ടൻസിനെല്ലാം കൂടുതൽ എൻഗേജ്മെൻറ്റ്, കൂടുതൽ റീച്ചിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേനും നമുക്ക് അവിടെ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ബ്രാൻഡ് അവയർനെസ് എന്ന് പറയുന്നത് തികച്ചും ഫ്രീ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടായിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് പല പ്ലാറ്റ്ഫോമിൽ പല ഫോർമാറ്റിലാണ് ചെയ്യുന്നത് മാത്രമാണ് വരുന്നത്. വെബ്സൈറ്റിലാണെങ്കിൽ നമുക്ക് SEOയിൽ നമുക്ക് ഗൂഗിളിലെ ടോപ്പിൽ എത്തിച്ചുകൊണ്ട് SEO ത്രൂ നമുക്ക് കൂടുതൽ ട്രാഫിക് ജനറേറ്റ് ചെയ്തെടുക്കാം, കൂടുതൽ ബിസിനസ്സിലേക്ക് കൂടുതൽ സെയിൽസ് അല്ലെങ്കിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് SEO വഴി പറ്റും. സോ അതും ഓർഗാനിക്കാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കീവേഡ് അനുസരിച്ച് കീവേഡ് റിസർച്ചിങ് പ്രോസസ്സിലൂടെ പോയി നമുക്ക് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഒരു വെബ്സൈറ്റിൻ്റെ ചെയ്തുകൊണ്ട് ടോപ്പിലെത്തിക്കുന്ന ഒരു പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ഓർഗാനിക് ആയിരിക്കും വരുന്നത്. സോ അതും ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ടൂൾസുകളൊക്കെ ചെയ്യേണ്ടതായി വരുന്നുണ്ട്. ഇപ്പം SEOയിലാണെങ്കിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ കീവേഡ് പ്ലാനറോ അല്ലെങ്കിൽ സംരക്ഷോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കീവേഡ് നന്നായിട്ട് റിസർച്ച് ചെയ്ത് അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഓൺ പേജ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നതും അതിൻ്റെ ഓഫ് പേജ് ബാക്ക് ലിങ്ക്സ് പോലെയുള്ള ബിൽഡിങ് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടതൊക്കെ നമുക്ക് ഈ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കോമ്പറ്റീറ്ററിനെയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ SEO എന്ന് പറയുന്നത്. ഇത് ഓർഗാനിക്കാണ്. സോ ഇങ്ങനെ നമുക്ക് രണ്ട് രീതിയിലാണ്, പെയ്ഡുണ്ട് ഓർഗാനിക്കും ഉണ്ട്. സോ ഈ രണ്ട് രീതിയിൽ നമ്മൾ നമ്മുടെ ആ ഒരു മാർക്കറ്റിങ്ങിനെ നമുക്ക് കാറ്റഗറി ചെയ്യാവുന്നതാണ്. സോ ഇതിനകത്ത് തന്നെ പല ടൈപ്പിലുള്ള മാർക്കറ്റിംഗ് ആണുള്ളത്. ഇപ്പം പെയ്ഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഓട്ടോമേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് കൂടുതൽ കൺവേർഷൻ വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ സെയിൽസുകൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോമേഷൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇമെയിൽ ഓട്ടോമേഷൻ, അതായത് ഒരു കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് ഒരു പ്രോഡക്റ്റ്, ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന വെക്കുക. ആ സെയിം ടൈമിൽ തന്നെ അവരുടെ ആ ഒരു മെയിൽ ID നമ്മുടെ ആ ഒരു ഡാഷ്ബോർഡിലേക്ക് സേവ് ആവുന്നു. അതിനുശേഷം ഇമെയിൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവരുടെ മെയിലിലേക്ക് പിന്നെ വരുന്ന ഓഫേഴ്സൊക്കെ ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതൽ അവരെ കൊണ്ട് വീണ്ടും ബൈ ചെയ്യിക്കുന്ന ആ ഒരു പ്രോസസ്സുണ്ട്. വാട്സപ്പ് ഓട്ടോമേഷൻ ഉണ്ട്. ലീഡുകൾക്ക് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പ് ഓട്ടോമേഷൻസ് പോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമേഷനിലൂടെ നമുക്ക് കൂടുതൽ സെയിൽസ് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കൂടുതൽ സർവീസസ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയുള്ള ഓട്ടോമേഷൻ മെത്തേഡിലൂടെ നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമറിനെ നിലനിർത്താനായിട്ടും പുതിയ കസ്റ്റമേഴ്സിൻ്റെ കൺവേർഷൻസ് കൂട്ടുവാനായിട്ടൊക്കെ നമുക്ക് ഓട്ടോമേഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സാധിക്കുന്നു. ഇനിയും നമുക്ക് ധാരാളം കാര്യങ്ങൾ പറഞ്ഞാൽ പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. അതൊക്കെ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതുപോലെ ടൈപ്പ് ഓഫ് ബിസിനസ്സിനായിരിക്കും നമ്മൾ ആ ഒരു രീതിയിലേക്ക് ചെയ്യുന്നത്. ഇനി ഗൂഗിൾ ആഡ്സിലാണെങ്കിൽ നമുക്ക് പേപ്പർ ക്ലിക്ക് അല്ലെങ്കിൽ സെർച്ച് ആഡുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് കീവേഡാണോ അവർ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഗൂഗിൾ ആഡ്സിൽ സെർച്ച് ആഡ് സെറ്റ് ചെയ്ത് അതിലൂടെ നമുക്ക് ആ ഒരു സെർച്ച് ആഡ് എപ്പോഴും പൈസ കൊടുത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. പേപ്പർ ക്ലിക്ക് ആയിരിക്കും, അതായത് ഓരോ ക്ലിക്കിനും ആയിരിക്കും എമൗണ്ട് പോകുന്നത്. അപ്പോൾ ബിഡ് അനുസരിച്ചായിരിക്കും അവിടെ എമൗണ്ട് വരുന്നത്. ആ ബിഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഡ് മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്തെടുക്കണം. അങ്ങനെയുള്ള ധാരാളം പ്രോസസ്സുകൾ ഈ ഒരു സെർച്ച് ആഡിൽ വരുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ പെയ്ഡ് മാർക്കറ്റിങ്ങിനുള്ള പല ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇപ്പം അങ്ങനെ പല മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. സോ ഇതിൻ്റെ പ്ലാറ്റ്ഫോം അനുസരിച്ച് എപ്പോഴും ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇമെയിൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഇമെയിലിലുള്ള ആ ഒരു എമൗണ്ട് നമുക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ അതിനുള്ള സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള എമൗണ്ടുകൾ, മെറ്റയിൽ ഓർഡറിങ് ചെയ്യാനും ഗൂഗിൾ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ സ്നാപ്ചാറ്റിലൊക്കെ നമുക്ക് ടിക്ടോക്ക് ഇങ്ങനെയുള്ള ധാരാളം പ്ലാറ്റ്ഫോംസ് അനുസരിച്ച് നമുക്ക് പെയ്ഡിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും ഇംപ്രഷൻ ആയിരിക്കും. ഒരെണ്ണത്തിൽ ഗൂഗിളാണെങ്കിൽ പേപ്പർ ക്ലിക്ക് ആണെങ്കിൽ ഇവിടെ കൂടുതൽ ഇംപ്രഷൻ ആയിരിക്കും എമൗണ്ട് ആകുന്നത്. ഇതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓർഗാനിക് മാർക്കറ്റിംഗ് എപ്പോഴും ഒരു കോണ്ടന്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ബ്ലോഗുകൾ, ആർട്ടിക്കിൾസ് ഇതൊക്കെ എഴുതിക്കൊണ്ട് നമുക്ക് കൂടുതൽ ട്രാഫിക് നമുക്ക് വെബ്സൈറ്റിലേക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കൂടുതൽ റീൽസുകൾ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസുകൾ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് ഓർഗാനിക് രൂപേണ, അല്ലെങ്കിൽ ഓർഗാനിക് എന്ന് പറയുന്ന ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ കൂടുതൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഇതിനൊക്കെ രണ്ടായിട്ട് നമ്മൾ കാറ്റഗറി ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനകത്തൊക്കെ ധാരാളം റിസർച്ചും അതുപോലൊപ്പം തന്നെ കാര്യങ്ങളും നമുക്ക് വേണ്ടി വരും.
നമ്മുടെ വെബ്സൈറ്റിനെ പറ്റി ഇപ്പോൾ SEO ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനെ പറ്റി പഠിക്കാനായിട്ട് നമുക്ക് GA4 എന്ന് പറയുന്ന ഗൂഗിൾ അനലിറ്റിക്സ് 4 എന്ന് പറയുന്ന ആ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ആളുകൾ സ്പെൻഡ് ചെയ്യുന്നത്, എൻഗേജ്മെൻറ്റ് റേറ്റ് എത്രയാണ്, ബൗൺസ് റേറ്റ് കൂടുതലാണോ, ഏത് പേജിലാണ് കൂടുതൽ സെഷൻ അവർക്ക്, ഏത് പേജിലാണ് അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ വെബ്സൈറ്റുകൾ ഒന്നും കൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കാവുന്നതാണ്. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി എന്ന് പറയുന്ന ടൂളുണ്ട്, അത് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ ആളുകൾ വന്ന് വിസിറ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ നാവിഗേഷനൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ കംപ്ലീറ്റ് ആ ഒരു വെബ്സൈറ്റിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലേസ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ഇതിലൂടെയൊക്കെ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം ടൂൾസുകളും മറ്റുമുണ്ട്. സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ടൂൾസുകളുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇത് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ടുള്ള ബിസിനസ് സൂട്ടിൻ്റെ മെത്തേഡ് തന്നെ ടൂളുണ്ട്. അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടി ടൂൾസുകളുണ്ട്, ബഫർ എന്ന് പറയുന്ന ടൂൾസ് ഉണ്ട്. അങ്ങനെ ധാരാളം ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഇതിന് നമ്മൾ പ്രോപ്പർ ടൈമിലേക്ക് നമുക്ക് ഏത് ടൈമിലാണോ കൂടുതൽ എൻഗേജ്മെൻറ്റ് വരുന്നത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ആ ടൈമിലേക്കൊക്കെ നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ധാരാളം കാര്യങ്ങളാണ് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വരുന്നത്. ഇതിനകത്ത് പെയ്ഡ് ആയിട്ട് അൺപെയ്ഡ് ആയിട്ട് നമുക്ക് 2 രീതിയിൽ മേജർ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. സോ ഇതിനകത്ത് തന്നെ പല ടൈപ്പിലുള്ള മാർക്കറ്റിംഗ് വരുന്നുണ്ട്. അതിനകത്ത് കോണ്ടൻറ് മാർക്കറ്റിംഗ് വരുന്നുണ്ട്. ഈ കോണ്ടൻറ് മാർക്കറ്റിംഗ് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. സോ മെയിൻലി വീഡിയോ ആണ് ഇപ്പോൾ കൂടുതൽ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ കൂടുതൽ റീൽസുകൾ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല ക്വാളിറ്റി ലീഡ്സുകൾ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഓർഗാനിക് ആയിട്ട് തന്നെ നമുക്ക് കൂടുതൽ റീച്ചിലേക്ക് എത്താനും കൂടുതൽ വ്യൂസ് അല്ലെങ്കിൽ കൂടുതൽ ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു വിസിബിലിറ്റി നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും സാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്.